ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ചാളയാണ് കേട്ടോ. അച്ഛൻ പണിക്കായിട്ട് കൊണ്ടുവന്നത് ചാളയാണ്. അപ്പോൾ ചാള നമ്മൾ നോർമലി മുളകിട്ട് അല്ലെങ്കിൽ തേങ്ങരച്ചൊക്കെയല്ലേ വെക്കാറ്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു കാന്താരി മുളകിട്ട് ചാളക്കറി വെക്കാമെന്ന്. മുളക് പൊടിയൊന്നും ഇടാതെ കാന്താരി മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ കാന്താരി മുളക് പറിക്കാനായിട്ട് മെയിൻ. അപ്പോൾ നമുക്കിവിടെ മഞ്ഞല വെള്ള കളറിലെ കാന്താരി ഉണ്ട്, പച്ച കളറിലെ കാന്താരി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും പറിച്ചെടുത്ത് നമ്മൾ മീൻകറി വെക്കാൻ പോവാണ്. കൂട്ടത്തിൽ നമ്മുടെ നീലൻ മുളക് ഉണ്ടായി, അതും കൂടി പറിച്ച് നമുക്ക് നേരെ മീൻകറി വെക്കാൻ പോവാം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. ആദ്യം നമ്മൾ ഒരു മൺചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ചെറിയുള്ളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ചെറിയുള്ളി തന്നെ ആഡ് ചെയ്യണം, സവാള ഇപ്പം അത്ര ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നമ്മുടെ ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ കാന്താരി മുളകിലെ മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 1.5 പിടി കാന്താരി മുളക് ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിലേക്ക് വേറെ മസാലകൾ എന്ന് പറയാനായിട്ട് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും മുളകും കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര എരിവാണെന്ന് വിചാരിക്കും. അത്രയ്ക്ക് എരിവൊന്നുമില്ല കേട്ടോ, നോർമലായിട്ടുള്ള എരിവേ ഉള്ളൂ. പക്ഷേ നോർമൽ മീൻകറി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വാളംപുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പച്ചപ്പുളിയാണ് ആഡ് ചെയ്തത്. പച്ചപ്പുളി തന്നെ വേണമെന്നില്ല, ഉണങ്ങിയ പുളി ആയാലും മതി. നമ്മുടെ കയ്യിൽ പച്ചപ്പുളി ഇരിക്കുന്നുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ തക്കാളിയും അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ എന്നിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഗ്രേവി തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നീളത്തിൽ തന്നെയാണ് ഇപ്പോൾ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കൂടി മൂടി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി. നമുക്ക് ലാസ്റ്റ് ഒന്ന് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചോറിനൊപ്പം മീൻകറി കഴിക്കാൻ പോകണം. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമായി ഇരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ മീൻ മുട്ടയുണ്ട്, മീൻകറി ഉണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഇതാണ്. അപ്പോൾ ഇതുവരെ ഇതേപോലെ മീൻകറി വെക്കാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.